ഈ മാവ് ഇങ്ങനെ ഒഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതുള്ള ദോശയ്ക്കോ വെള്ളയപ്പത്തിനൊക്കെയാണെന്ന്. ഇതാണ് കേട്ടോ കലത്തപ്പം. ഇത് കാസർഗോട്ടുകാരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയത് ഞങ്ങൾ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം പച്ചരി ഒരു 5-6 മണിക്കൂർ ഒന്ന് കുതിർത്താനിടണം. അതിനുശേഷം നമുക്ക് മാവായിട്ട് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 പിടി ചോറ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സവാള, അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കഴിഞ്ഞില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടെ കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. വെള്ളം കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഉപ്പും പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം പാൻ കയറ്റുക, എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. സവാള നല്ലതുപോലെ മൂത്ത് വരണം കേട്ടോ. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. ഇതൊരു ഡെക്കറേഷന് വേണ്ടി കൂടിയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ ഒഴിക്കണം കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടെങ്കിലേ കലത്തപ്പത്തിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. ഇനി നല്ലൊരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ആ ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മൂടി വെക്കാം. മറ്റേ സൈഡൂടെ നല്ലപോലെ ഒന്ന് വേവട്ടെ. സംഗതി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പാനിലിട്ട് തന്നെ അതൊരു 4 പീസാക്കി മുറിച്ചങ്ങ് മാറ്റിയെടുക്കാം. ഇനി നേരെ സെർവ് ചെയ്താൽ മതി. സംഭവം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.